നമസ്കാരം. വെനസ്വേലയ്ക്ക് പിന്നാലെ ഗ്രീൻലാൻഡിലും ഇടപെടൽ നടത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്കെതിരെ നാറ്റോ സഖ്യരാജ്യങ്ങൾ രംഗത്തെത്തിയതോടെ അമേരിക്കൻ പ്രസിഡന്റ് അടുത്തതായി ഏത് രാജ്യത്തെയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ഏതൊരു ശ്രമവും നാറ്റോയുടെ അന്ത്യത്തിന് കാരണമാകുമെന്ന് ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ധാതുക്കളാൽ സമ്പന്നമായ ഈ ദ്വീപ് തന്റെ അടുത്ത ഹിറ്റ് ലിസ്റ്റ് ആയിരിക്കുമെന്ന് US പ്രസിഡന്റ് സൂചന നൽകിയ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം നടക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും ട്രംപിനോട് നാറ്റോ സഖ്യരാജ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഡെൻമാർക്കിന്റെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിനെതിരായ US ഭീഷണികളെ ഗൗരവമായി കാണണമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ പറഞ്ഞു. രണ്ടാം ലോകമഹായുദ്ധം മുതൽ പാശ്ചാത്യ സുരക്ഷയുടെ അടിത്തറയായ നാറ്റോ സഖ്യത്തെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ഏതൊരു ശ്രമവും തകർക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഗ്രീൻലാൻഡ് വേണമെന്ന് പറയുമ്പോൾ അക്കാര്യം ഗൗരവമായി കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നതായും, എന്നാൽ മറ്റൊരു നാറ്റോ രാജ്യത്തെ സൈനികമായി ആക്രമിക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ നാറ്റോ ഉൾപ്പെടെ എല്ലാം നിലയ്ക്കുമെന്നും അതുവഴി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം മുതൽ സ്ഥാപിച്ച സുരക്ഷയും നിർത്തുമെന്നും താൻ വ്യക്തമാക്കും എന്നും മെറ്റ് ഫ്രെഡറിക്സൺ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ ഒരു തന്ത്രം തിരിച്ചടിയാകുമെന്ന് മുൻ ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി സർ ബെൻ വാലസും മുന്നറിയിപ്പ് നൽകി. ഇക്കാര്യത്തിൽ UK സർക്കാർ എന്ത് വിചാരിച്ചാലും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. വെനസ്വേലയിലെ ആക്രമണത്തെക്കുറിച്ച് ട്രംപുമായി അടിയന്തരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കീർ സ്റ്റാർമർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റുമായി ഇതുവരെ ഒരു ഫോൺ കോൾ നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബ്രിട്ടീഷ് സർക്കാർ വൃത്തങ്ങൾ സമ്മതിച്ചു. ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ അതിന് കഴിയുമെന്ന് തോന്നുന്നില്ലെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ കീർ സ്റ്റാർമർ പിന്നീട് ഗ്രീൻലാൻഡിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. US ഇടപെടലിന് വിധേയമാകുന്ന അവസാന രാജ്യം വെനസ്വേല ആയിരിക്കില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു. തീർച്ചയായും തങ്ങൾക്ക് ഗ്രീൻലാൻഡ് ആവശ്യമാണ് എന്ന് ട്രംപ് ദ അറ്റ്ലാന്റിക് മാസികയോട് പറഞ്ഞിരുന്നു. നാറ്റോ അംഗമെന്ന പദവി ഉണ്ടായിരുന്നിട്ടും പ്രസിഡന്റ് ട്രംപ് ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കാൻ 30% സാധ്യതയുണ്ടെന്നാണ് പല പ്രതിരോധ വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. നേരത്തെ കാനഡയെയും അതുപോലെ ഇറാനെയും കൊളംബിയയെയും ക്യൂബയെയും ആക്രമിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഇപ്പോൾ മറ്റൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും അതുപോലെ ഭാര്യ സിലിയ ഫ്ലോറസിനെയും അമേരിക്കൻ സൈന്യം പിടികൂടിയതിന് പിന്നിൽ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന്റെ ഇടപെടലോ? മഡൂറോയെ അമേരിക്കൻ സൈന്യം പിടികൂടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഡെൽസി റോഡ്രിഗസ് വാഷിംഗ്ടൺ ഭരണകൂടവുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഈ ഒരു സംശയമാണ് ഇതിന് ബലം നൽകുന്നത്. ഇതോടെ US നീക്കത്തിന് പിന്നിൽ ദുരൂഹത നിലനിൽക്കുന്നു. ദോഹയിൽ വെച്ചാണ് ഈ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയതെന്നാണ് വിവരം.